എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മീനു ടോക്കീസ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന LDF സർക്കാർ മാറിയിട്ട് വളരെ വലിയൊരു വിജയത്തോടു കൂടി UDF ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 102 സീറ്റോട് കൂടിയാണ് UDF ജയിച്ചിരിക്കുന്നത്. LDFന് വെറും 35 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഇലക്ഷന് മുമ്പായിട്ട് തന്നെ സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഏറെയും നല്ല കാര്യങ്ങളായിരുന്നു. പക്ഷേ അങ്ങനെ അത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ഗവൺമെന്റ് ഡിസേർവ് ചെയ്യുന്ന ഒരു റിസൾട്ട് ആണോ വന്നതെന്നൊരു എല്ലാവരും പോലെ തന്നെ ഒരു സംശയം എനിക്കും ഉണ്ടായി. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് പറയണം എന്ന് തോന്നി. അതായത് നമുക്ക് അറിയുന്ന പോലെ തന്നെ വളരെ പ്രതീക്ഷ വെച്ചിരുന്ന മണ്ഡലങ്ങൾ പോലും LDFന് ഒരുപാട് പരാജയം ഉണ്ടായി. മറിച്ച് UDFന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 102 സീറ്റുകൾ നല്ല വോട്ടുകൾ നേടിയിട്ടാണ് എല്ലാവരും ജയിച്ചിരിക്കുന്നത്. ഒരു ഭൂരിപക്ഷമൊക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ 10 വർഷത്തെ കാര്യങ്ങൾ LDFന്റെ സൈഡിൽ നിന്നല്ല UDFന്റെ സൈഡിൽ നിന്നല്ല നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു 35 സീറ്റിലേക്ക് ഒതുങ്ങി പോകേണ്ട അത്രയും മോശം ഭരണമായിരുന്നോ അല്ലെങ്കിൽ ആണ് അങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെ വിവാദങ്ങളും ഉണ്ട്, ആരോപണങ്ങളും ഉണ്ട്. എല്ലാം രണ്ട് സൈഡിലും രണ്ട് കാര്യങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് നടക്കാതിരുന്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയനാട്ടിലുള്ള ടൗൺഷിപ്പ് നിർമ്മാണമായാലും അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിച്ചേരേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതിന് കൂടുതൽ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. വ്യാവസായിക മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രകടമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റുന്ന ഡിഫറൻസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിന് മുമ്പുള്ള വർഷങ്ങളെക്കാട്ടിലും ഡിഫറൻസ് ഉള്ള കാലഘട്ടമായിരുന്നു 10 വർഷം. ഒന്നും ചെയ്യാതെ വെറുതെ മൂലക്കിരുന്ന സർക്കാർ അല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിഫറൻസ് ഉണ്ട്. അതേ സൈഡിൽ തന്നെ ഒരുപാട് ആരോപണങ്ങളും ഈ ലാസ്റ്റ് ഘട്ടങ്ങളിൽ വന്നിട്ടുമുണ്ട്. അപ്പൊ അങ്ങനൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പൊ ഒന്നും ചെയ്യാത്ത സർക്കാരെന്ന് നമുക്ക് പറഞ്ഞ് ഇത്രയും അങ്ങ് പോകണ്ട അല്ലെങ്കിൽ ഇത്രയും കുറഞ്ഞ സീറ്റ് കിട്ടേണ്ട ആവശ്യകത അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്ന ഒരു സർക്കാരായിട്ട് വിലയിരുത്താൻ കഴിയുന്ന സർക്കാരല്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും സീറ്റ് കുറഞ്ഞു പോയത്? ഒന്നുകിൽ നമുക്കിതിൽ പറയാം UDFന്റെ അത്രയും നന്നായിട്ടുള്ള അവരുടെ പ്ലാൻ, ആ ഒരു 10 ഇയേഴ്സ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതുകൊണ്ട് അവർ ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക്, അവരെടുത്ത എഫേർട്ട്, അവർ അടിത്തട്ടിൽ എങ്ങനെ ആൾക്കാരെ സ്വാധീനിക്കണം, കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ട്. കറക്റ്റായിട്ടും 102 സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചുമ്മാ കിട്ടത്തില്ല, നല്ല വർക്ക് ചെയ്തിട്ട് തന്നെയായിരിക്കും അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ UDFന് ഇത്രയും സീറ്റ് കിട്ടാനും LDFന് ഇത്രയും സീറ്റ് കുറയാനും ഭയങ്കര ഒരു ചേഞ്ച് അല്ലേ വന്നേക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ തുടർഭരണം വന്നപ്പോഴത്തേക്ക് 99 സീറ്റായിരുന്നു LDFന് കിട്ടിയത്. അത് മാറിയിട്ട് UDFിലേക്ക് വരുമ്പോൾ അവർക്ക് 102 സീറ്റാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം LDFനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ജയിക്കും അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ ജയിക്കും, അങ്ങനെ പല മണ്ഡലങ്ങളിൽ ജയിക്കും എന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, നമുക്കിപ്പോൾ വെറും ഒരു ബേസ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്ത് അതിന് വേണ്ടി എഫേർട്ട് ഇടും. പക്ഷെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് അവിടത്തിൽ കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള വന്നിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അത് പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ നമ്മൾ നോക്കുക. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയാസിൽ കാണുവാണെങ്കിലും ഈ പറഞ്ഞ റീലുകളിലായാലും സോഷ്യൽ മീഡിയയിലുള്ള മറ്റു വീഡിയോസിലായാലും ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് എത്താതെ നെഗറ്റീവ് കാര്യങ്ങൾ ഒരുപാട് എത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും ബേസിക്കലി പറയുന്ന ഒരു കാര്യം, ഈ പാർട്ടി ഇപ്പോൾ വോട്ട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് വോട്ട് കുറഞ്ഞാലും തോറ്റായാലും എന്ത് സംഭവിച്ചാലും പാർട്ടിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷെ നമ്മൾ ഈ തവണ നോക്കുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ടുള്ള കണ്ണൂരായാലും പിന്നെ ആലപ്പുഴയിലായാലും അങ്ങനെ പാർട്ടി കോട്ട എന്നെടുത്ത് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരുപാട് മണ്ഡലങ്ങൾ പോയിട്ടുണ്ട്, വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിത്തറ എന്ന് പറഞ്ഞ ഭാഗം ഇളകിയിട്ട് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പാർട്ടിയുടെ ഒരു സംഘടന അനുസരിച്ചിട്ട് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ച് ലെവലിലോട്ടാണ് മേലോട്ട് വരുന്നത്. അപ്പം ഓരോ ലെവലിലുള്ള ആൾക്കാർ അഭിപ്രായങ്ങൾ കേൾക്കാനും പറയുന്നത് ഒരാളൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു തെറ്റ് കാണിക്കുമ്പോൾ അത് ശരിയാണോന്ന് പരിശോധിച്ച് തെറ്റാണെങ്കിൽ തെറ്റ് ചെയ്ത ആൾക്കാർ അതിന് നടപടി എടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ
സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റാൾ പോയെങ്കിൽ പോട്ടെ, ഈ പാർട്ടിക്കൊന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് ഈവൻ ഓരോ സാധാരണ പാർട്ടിയുടെ ഏറ്റവും ഒരു മെമ്പറല്ലേ, ഒരു മെമ്പർ എന്ന് പോട്ടെ, പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള ചെറിയ ചെറിയ ആളുകളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാല്യൂസ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ പാർട്ടി പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ അടിത്തറ ഉണ്ടാകത്തുള്ളൂ. അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ മേളിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. കാരണം ഈ അടിത്തറ ബേസ് സ്ട്രോങ് അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഈ അടിത്തറ എന്ന് പറഞ്ഞ ഭാഗങ്ങളിൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു റിസൾട്ട് വന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിയെ തിരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ മാറ്റി വോട്ട് ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഒരിക്കലും അവർ പാർട്ടി വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കത്തില്ല. ഈ പാർട്ടിയുടെ നല്ലത് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ചെയ്തതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറയാം 10 years ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 10 years ആയിട്ട് ഭരിക്കുന്നത് കൊണ്ട് മാറണം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഈ പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഇതുപോലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് അടുത്തു നിന്ന് അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ, ഈ പാർട്ടിയിലുള്ള തന്നെ അങ്ങനെയുള്ള ആൾക്കാർ തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പം അവരെയും കൂടി ചേർത്ത് നിർത്താനും എന്താണ് പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി തിരുത്തി പോകാനുമാണ് ഈ പാർട്ടി ശ്രമിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ സമയത്ത് തന്നെ ഒരുപാട് പുറകിലോട്ടായിരുന്നു റിസൾട്ട്. ആ സമയത്ത് തന്നെ എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത് പഠിക്കണമായിരുന്നു. അന്നത്തെ ഒരു നിഗമനം എന്ന് പറയുന്നത് അത് ലോക്കൽ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷെ അന്നേ അത് പോയി പരിഹരിച്ചിരുന്നെങ്കിൽ ഇത്രയും സീറ്റ് കുറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഈ പാർട്ടി എന്താണെന്നുള്ളത്, ഈ പാർട്ടിയുടെ ഐഡിയോളജി വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ നാടിന് ഈ പാർട്ടിയുടെ ഐഡിയോളജി വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുപോലുള്ള കമ്മ്യൂണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ള ഈ ഒരു സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അല്ലെങ്കിൽ ലെഫ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടും ഇവിടെ ആവശ്യമാണ്. അപ്പോൾ ഒരിക്കലും ഈ പാർട്ടി നശിച്ചു പോകാനായിട്ട് ഈ നാടോ ഈ നാട്ടിലുള്ളവർ ആഗ്രഹിക്കത്തില്ല. ഇവിടെ UDF LDF ഒക്കെ വേണം, അതിനിത് ആവശ്യമാണ്. അപ്പം നിങ്ങൾ സ്വയം ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്തി നെക്സ്റ്റ് ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും തിരിച്ചു വരാനായിട്ട് ശ്രമിക്കണം. അതേ സ്ഥാനത്ത് UDF എന്ന് പറയുമ്പോഴത്തേക്കും അവർ നല്ലപോലെ വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും സീറ്റ്സ് അവർക്ക് കിട്ടിയത്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ VD സതീശൻ എന്ന് പറയുന്ന ഓപ്പോസിഷൻ ലീഡറിന്റെ പുള്ളി കറക്റ്റ് ആയിട്ടാണ് ഈ 100 സീറ്റിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ അത്രയും വിഷൻ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾക്ക് വേണ്ടി അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ അത്രയും സീറ്റ് കിട്ടിയത് കറക്റ്റ് ആയിട്ടും ശരിക്കും അതൊരു അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാഗ്ദാനങ്ങളായിരുന്നു. KSRTC സ്ത്രീകൾക്ക് ഫ്രീ യാത്ര അതുണ്ടാവുന്ന തോന്നുന്നേ. അപ്പൊ അതുപോലെ തന്നെ ഇൻഷുറൻസ് പദ്ധതി, വെഹിക്കിൾ മോഡിഫിക്കേഷൻ. എനിക്കൊന്ന് യുവാക്കളൊക്കെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ പറഞ്ഞ വെഹിക്കിൾ മോഡിഫിക്കേഷൻ ആയിരിക്കും. എല്ലാവർക്കും വെഹിക്കിൾ മോഡിഫൈ ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്, അത് കൊടുക്കുമെന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പൊ അത് ഒരു പോയിന്റ് ആയിരിക്കും. പിന്നെ എന്തുവായിരുന്നു, ആശാ വർക്കർമാർക്ക് 24,000 രൂപ ശമ്പളം കൊടുക്കുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് സ്കീംസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെൻഷൻ 3,000 രൂപയാക്കും. അപ്പൊ ഇതൊക്കെ ഈ TVസിലൊക്കെ എപ്പോഴും ഇന്ദിരാ ഗാന്ധി എന്ന് പറഞ്ഞ് എപ്പോഴും വാർത്ത വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം അവിടെ ചേർത്തിട്ടായിരിക്കും ആളുകൾ വോട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഉടനെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇരുന്നുകൊണ്ടാണ് ഇത്ര സീറ്റ് കിട്ടിയത്. അപ്പം കഴിഞ്ഞ വർഷങ്ങളിലെ ഭരണത്തെ നമുക്ക് അങ്ങനെ ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ അടിച്ചങ്ങ് കളയാൻ പറ്റത്തില്ല. നല്ല രീതിയിലുള്ള ഭരണമായിരുന്നു. നമുക്ക് അറിയുന്ന പോലെ തന്നെ ഒരുപാട് ദുരന്തങ്ങളുടെ സമയത്തൊക്കെ നമുക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്, ഇപ്പൊ കോവിഡ് പോലുള്ള സാഹചര്യങ്ങൾ വന്നപ്പോഴത്തേക്കും പുറം രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകളെ കാട്ടിലും സേഫ്റ്റി കേരളത്തിലുള്ള ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് അതിനൊക്കെ നമ്മളോട് നിന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അവരെ മോശം എന്ന് പറഞ്ഞങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ട് ഈ ഇലക്ഷൻ ഒരു UDFന്റെ ഒരു വേവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും എന്ന് വിചാരിക്കുന്ന കാൻഡിഡേറ്റ്സ് വരെ തോറ്റുപോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേവില് കംപ്ലീറ്റ് ആയിട്ട് പോയി. പക്ഷെ ഇത് കൃത്യമായിട്ടും LDFനെ സംബന്ധിച്ചോളം അവർക്ക് പഠിക്കാനുള്ള ഒരു സമയമാണ്. എന്തൊക്കെയാണ് തിരുത്തേണ്ടത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് കൃത്യമായിട്ട് തന്നെ നോക്കി തിരുത്തി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനായിട്ട് പറ്റും. കാരണം ഈ പാർട്ടി അങ്ങനെയാണല്ലോ, കംബാക്ക് ഉണ്ട്. അപ്പൊ ആ കംബാക്കിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പാർട്ടി ബേസിൽ ഉള്ളിൽ തന്നെ ആദ്യമേ അവരിത് തിരുത്തണം. പിന്നെ പുറത്ത് എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിയെന്നുള്ളത് നോക്കുക. അങ്ങനെ നമുക്ക് തിരിച്ചു വരാനായിട്ട് പാർട്ടിക്ക് അങ്ങനെയാണ് തിരിച്ചു വരാനായിട്ട് കഴിയത്തുള്ളൂ. അതേസമയത്ത് UDF ഈ പറഞ്ഞ എല്ലാ ഗ്യാരണ്ടീസും അതുപോലെ തന്നെ കൊടുത്ത് ഇപ്പം നമ്മൾ മുൻപുള്ള വർഷങ്ങളെക്കാട്ടിലും നല്ല ഒരു ഗവർണൻസ് കൊണ്ടുവരാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അൾട്ടിമേറ്റ്ലി LDF ആയാലും UDF ആയാലും നമ്മുടെ നാടിനും പീപ്പിളിനും ഗുണമുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഓക്കെ. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഹോപ്പ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ നാടിനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ UDFന്. അതുപോലെ തന്നെ LDF തെറ്റൊക്കെ തിരുത്തി കൃത്യമായിട്ട് കംബാക്ക് നടത്തട്ടെ. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.